എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തേത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഉടൻ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. രാഹുൽ മാധവിനെ കേന്ദ്ര കഥാപാത്രമാക്കി മനോജ് T യാദവ് സംവിധാനം ചെയ്തൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയാണ് തമ്പാച്ചി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനവും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം OTTയിൽ റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് PWD. ഇതിന്റെ ഫുൾ ഫോം പ്രപ്പോസൽ വെഡ്ഡിംഗ് ഡിവോഴ്സ്. ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ സിനിമ രചനവും സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ജോ ജോസഫാണ്. ഈ മൂവിയുടെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദേശീയ അവാർഡ് നേടിയ സിനോയ് ജോസഫാണ്. സൈന പ്ലേ വഴി ഒക്ടോബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ കൺചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. മൈക്കിൾ ഷാവ് സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ദ കൺചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ്. 6 എപ്പിസോഡ് അടങ്ങിയ ഈ സീരീസ് ഒരു അമേരിക്കൻ ഫാന്റസി ഡ്രാമ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ 2026 ജനുവരി മാസം ഇത് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് റാംബോ. അരുൾനിധി കേന്ദ്ര കഥാപാത്രമായി മുത്തയ്യ സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ് റാംബോ. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഈ മൂവി സൺനെക്സ്റ്റ് വഴി ഒക്ടോബർ 10 OTT റിലീസ് ചെയ്യും. അടുത്തൊരു സീരീസ് ആണ് ദ നൈന മർഡർ കേസ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഋതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു തമിഴ് മൂവിയാണ് ബോംബ്. അർജുൻ ദാസ്, ശിവാത്മിക രാജശേഖർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിശാൽ വെങ്കട്ട് സംവിധാനം ചെയ്തൊരു മാജിക്കൽ റിയലിസം സോഷ്യൽ ഡ്രാമ മൂവിയാണ് ബോംബ്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോം വഴി ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇൻ ടു ദ ഡീപ്പ്. ഇതൊരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. ലയൺസ് ഗേറ്റ് പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ലീഗലി വീർ. രവി ഗോകുല സംവിധാനം ചെയ്തൊരു ലീഗൽ ആൻഡ് ക്രൈം ത്രില്ലർ മൂവിയാണ് ലീഗലി വീർ. ലയൺസ് ഗേറ്റ് പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മറാത്തി മൂവിയാണ് സ്ഥാൽ. ജയന്ത് ദിഗംബർ സൊമാൽക്കർ രചനയും സംവിധാനം ചെയ്ത മൂവിയാണ് സ്ഥാൽ. C5ലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 125 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 30 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു തെലുങ്ക് മൂവിയാണ് ത്രിപുനാധാരി ബാർബാറിക്. സത്യരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി മോഹൻ ശ്രീവത്സ സംവിധാനം ചെയ്ത ഒരു
ത്രില്ലർ ചിത്രമാണ് ത്രിപനാധാരി ബാർബാറിക്. സൺ നെക്സ്റ്റിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി സന്തോഷ്. ഷഹാന ഗോസ്വാമി സംവിധാനം ചെയ്ത് ഷഹാന ഗോസ്വാമി പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് സന്തോഷ്. ആഗോളതലത്തിൽ പ്രശംസ നേടിയതും UK ഓസ്കാർ എൻട്രി നേടിയതുമായ ഈ ചിത്രം തിയേറ്റർ റിലീസിന് തടസ്സം നേരിട്ടു. മികച്ച നിരൂപക പ്രശംസ നേടിയ മൂവി ഒക്ടോബർ 17 ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിന്റെ ലൈവ് ആക്ഷൻ വൺ പീസ് എന്ന സീരീസിന്റെ രണ്ടാം ഭാഗമാണ്. ഈ സീരീസ് 2026 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തു തന്നെ റിലീസിംഗ് ഡേറ്റ് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.